ഹായ് ഓൾ. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിൽ എത്താൻ പോകുന്ന ഒരു നടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. ആദ്യം നിന്നൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പ്രിൻസ്. എൻ്റെ സ്ഥലം വടൂരാണ്. ഇതെൻ്റെ ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നൊരു ചിത്രമാണ്. എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിലേക്ക് എത്തുന്നത്? ഇതിൻ്റെ ഒരു ഓഡിഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ വേറൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ക്രൂവിൻ്റെ വേറൊരു പ്രൊജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിൻ്റെ ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. ഇതിലത്തെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പോർഷ് ലൈഫ് ഉള്ളതാണ്. കാരണം എൻ്റെ വൈഫ് എന്ന് പറയുന്ന ഒരു കളക്ടറിൻ്റെ മോളാണ്. സോ അപ്പം അവരുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് സംഭവങ്ങളാണ്. യാദൃശ്ചികമായിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് അതിനെ ചുറ്റിപ്പറ്റി സ്റ്റോറി പോകുന്നു. അപ്പം അത് പോകുന്ന വഴിയിലാണ് വേറെ കുറച്ച് സ്റ്റോറി അതിൻ്റെ ബാക്ക് എൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു മിസ്റ്ററി പോലെ ഒരു സസ്പെൻസ് ത്രില്ലറായ ഒരു മൂവിയാണ്. എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജേണലുള്ളതാണ്. വലിയൊരു എന്താ പറയുക, ഹൈപ്പ് കൊടുത്തിട്ട് ഇത് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഓക്കെ കൊള്ളാം, ഇഷ്ടാവുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. പൊതുവെ എല്ലാവർക്കും ഇപ്പോഴത്തെ ഓഡിയൻസിന് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാടാണ് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു സിനിമയും അതേപോലെ ഓഡിയൻസ് സ്വീകരിക്കുന്നതിനല്ലേ വിശ്വസിക്കുന്നത്? ഉറപ്പായിട്ടും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വരട്ടെ. നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയാണ് ഒരു ചിത്രമാണ്. ആ ഒരു ജേണലിലാണ് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സസ്പെൻസ്, ഇങ്ങനെ ഇടിച്ചു പൊളിച്ചും എന്നൊരു രീതിയല്ല, കഥയ്ക്ക് ആസ്പദമായിട്ട് വരുന്ന ഒരു സസ്പെൻസ്. ഇതിനു മുന്നേ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോ ഭയങ്കര ഡിഫറെന്റ് ആണ് ഈ ഒരു സിനിമത്തെ റോള്. പിന്നെ ഉറപ്പായിട്ടും പണ്ടൊക്കെ വെച്ചാൽ നമ്മളെ തന്നെ എന്താ പറയാ, ഞാൻ തന്നെ നോക്കണം, സ്ക്രീനിൽ എന്നെ കാണണം, അങ്ങനെ. അപ്പം അതും ഇതുമായിട്ട് നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് പല സീൻസുകൾ ഉണ്ടാവണം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, നമ്മളിങ്ങനെ നോക്കി വാവെന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോഴായിരിക്കും ആ സീൻ അതിനകത്ത് ഉണ്ടാകത്തില്ല, നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ പോയി കണ്ടിട്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ത്രൂ ഔട്ട് ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ വളരെ എന്താ പറയുക, പ്രതീക്ഷയാണ് എല്ലാം നമ്മുടെ ബേസ് എന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പലപ്പോഴും ഇങ്ങനെ സ്ക്രീൻ നോക്കിയിരിക്കും, ഇപ്പൊ കാണുമെന്ന് വിചാരിച്ചിട്ട് കാണാറില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും കുറച്ച് സ്ട്രഗിൾ ചെയ്താലും കുറച്ച് ഹാർഡ് വർക്ക് ഇട്ടാലും ഒരു നാളെ മലയാളം സിനിമ ഇതേപോലെയുള്ള അപ്കമിങ് ആക്ടേഴ്സിനെ സ്വീകരിക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഏതൊരു സാധനവും നമ്മൾ വളരെ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കിട്ടും എന്നൊരു ഉറപ്പുണ്ട്. കാരണം അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കിട്ടും. പക്ഷെ അത് ഇപ്പോഴാണോ നാളെയാണോ മറ്റന്നാളോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ആഗ്രഹമായിരുന്നു ആക്ട് ചെയ്യാൻ. ഞാൻ 5ാം ക്ലാസ് മീൻസ് 5th ക്രിസ്ത്യാനിറ്റി പഠിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ നാടകങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്ന അറിയത്തില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന അറിയില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കും സ്ക്രിപ്റ്റ് എഴുതി, നമ്മൾ തന്നെ. ഇപ്പോൾ 5ാം ക്ലാസ് ആണെന്ന് ആലോചിച്ചോളാം, എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ട് എഴുതി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ നമ്മളൊരു 10th സ്റ്റാൻഡേർഡോട് അങ്ങനെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ വളരെ അന്ന് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് സിനിമ അഭിനയിക്കാന്ന് വെച്ചാൽ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഓഡിഷൻസിലൊക്കെ പങ്കെടുക്കും. സോ ജൂനിയർ ആർട്ടിസ്റ്റ് പോയി അങ്ങനെ ഒരു ടൈമായിട്ട് നിർത്തി. പിന്നെ രണ്ടാമതൊരു റീസ്റ്റാർട്ട് എന്ന പോലെയാണ് ഈ മൂവി എനിക്ക് കിട്ടിയത്.